ഹലോ. ഇന്ന് നമുക്ക് പറയാനുള്ള കഥ ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ കുറേ കാലം മിസ്രൈമിൽ അടിമപ്പണി ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ അടിമവേല ചെയ്തുകൊണ്ടിരുന്ന അവരുടെ കഷ്ടവും വേദനയും കാരണം ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അതായത് മിസ്രൈം രാജ്യത്ത് നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവന്ന് അതിനുശേഷം അവർ മിസ്രൈമിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്ന വഴിയിൽ ഉണ്ടായ ഒരു കാര്യമാണ് ഇന്ന് കഥയായിട്ട് മക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവരെ നടത്താൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മോശേനെയും അഹ്റോനെയാണ്. അതായത് നമ്മൾ മോശയുടെ കഥ കേട്ടിട്ടില്ലേ, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത കുഞ്ഞിൻ്റെ കഥ മോശ. ആ മോശയും അഹ്റോനുമാണ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. അങ്ങനെ അവർ വരുന്ന വഴിയിൽ ഒത്തിരി സംഭവങ്ങൾ സംഭവിച്ചിരുന്നു. അതിൽ ഒരു സംഭവം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കഥയായിട്ട് പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ ഇസ്രായേൽ മക്കൾ അഹരോനും മോശയ്ക്കും എതിരെ ഭയങ്കരമായിട്ട് പിറുപിറുത്തു. പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്ക് അറിയാമോ? പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കിട്ടിയില്ല. ഇപ്പം മക്കൾക്ക് ഒരു മിഠായി അല്ലെങ്കിൽ ഒരു ടോയ് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ മാതാപിതാക്കൾ അത് മേടിച്ച് തരുന്നില്ല. അപ്പോൾ അവരോട് ദേഷ്യം തോന്നും. അപ്പോൾ ഈ ദേഷ്യം വരുന്നതിന് കാരണം എന്നാ? മക്കൾ ചോദിച്ചത് കിട്ടിയില്ല. അപ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് രീതികൾ പലരും പല രീതിയിലാണ്. ചിലവർ ഭയങ്കര ദേഷ്യപ്പെട്ട് വർത്തമാനം പറയും. ചിലവർ അത് വെളിയിൽ പറയാണ്ട് ഇവർക്കെതിരെ കോപത്തിൽ പിറുപിറുക്കും എന്ന് പറഞ്ഞാൽ അത് അത്ര കേൾക്കാൻ പറ്റില്ല, പക്ഷേ എന്നാൽ കണ്ടാൽ മനസ്സിലാവും അവർ ഇവർക്കെതിരെ എന്തോ പറയുകയാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ സാധാരണ പിറുപിറുക്കുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ മക്കൾ, അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇവരെല്ലാം മോശയ്ക്കും അഹരോനും എതിരെ പിറുപിറുക്കുവാണ്. എന്താണ് ഇവർ പിറുപിറുക്കുന്നതെന്ന് അറിയാമോ? ഇവർ പിറുപിറുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മിസ്രൈമിൽ അടിമപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും അവിടെ വെച്ച് ഞങ്ങൾക്ക് നല്ല കഴിക്കാൻ നല്ല ഭക്ഷണവും അതേപോലെ നല്ല ഇറച്ചിയും കിട്ടുമായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടെ കിട്ടുമായിരുന്നു. ഞങ്ങളെ ദൈവം ഈ മരുഭൂമിയിലൂടെ ഞങ്ങളിങ്ങനെ നടത്തി പട്ടിണി കിടത്തി കൊല്ലാൻ വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവർ ഈ മോശയ്ക്കും അഹരോനും എതിരെ ഇങ്ങനെ പിറുപിറുത്തു. അപ്പോൾ ഇങ്ങനെ ഇവർ പിറുപിറുത്തപ്പോൾ ഇത് യഹോവ അറിയുമല്ലോ. കാരണം ദൈവം പറഞ്ഞിട്ടാണ് മോശ അഹ്റോൻ ഈ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ പിറുപിറുത്തത് മോശയ്ക്കും അഹ്റോനും എതിരെയായിട്ടാണെങ്കിൽ പോലും ദൈവം ഇതറിഞ്ഞു. അങ്ങനെ ഈ ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത് മോശയും അഹ്റോനും എതിരാണെങ്കിലും ദൈവം അവരുടെ പിറുപിറുത്ത കാര്യം കേട്ടു എന്നുള്ളത് മോശ മുഖാന്തരം ദൈവം അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് വൈകുന്നേരം നിങ്ങൾക്ക് കഴിക്കാൻ ഇറച്ചിയും രാവിലെ കഴിക്കാൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കും. എവിടെ നിന്ന് അപ്പം വർഷിക്കും എന്ന് പറഞ്ഞേ? ആകാശത്ത് നിന്ന്. മക്കളുടെ വീട്ടിൽ അമ്മ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്? അപ്പം കഴിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പച്ചട്ടിയിൽ ചുട്ടെടുത്ത് അങ്ങനെയല്ലേ നമ്മൾ അപ്പം കഴിക്കാറ്. പക്ഷേ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കാൻ വെച്ചിരിക്കുന്ന അപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും എന്നുള്ളതാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ദൈവം പറഞ്ഞ എന്താണ്? ആകാശത്ത് നിന്ന് ഞാൻ അപ്പം വർഷിക്കും, ആകാശത്ത് നിന്ന് അപ്പം താഴെ വീഴും, അത് ഓരോ ദിവസവും വീഴും. ഈ വീഴുന്ന അപ്പം അവരവരുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് അവരവർ പെറുക്കിയെടുത്തോളണം. ഈ വീണ് കിടക്കുന്ന സാധനം പെറുക്കിയെടുക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. പെറുക്കിക്കൊള്ളണം. അങ്ങനെ 6 ദിവസവും അതിൽ ഓരോ ദിവസവും വീഴും. പക്ഷെ 7-ാം ദിവസം മാത്രം അതുണ്ടാവില്ല. പകരം 6-ാം ദിവസം ഒത്തിരി വീഴും. 2 ദിവസത്തിന് ആവശ്യമുള്ള രീതിയിൽ വീഴും. അവർ എടുത്തു വെക്കണം എന്നുള്ള രീതിയിൽ യഹോവ മോശയോടും അഹരോനോടും അരുളി ചെയ്തു. അങ്ങനെ ഈ അരുളപ്പാട് കിട്ടിയപ്പോൾ മോശ അഹരോനും ഇസ്രായേൽ മക്കളുടെ അടുത്ത് ഇതേപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് ആര് പറഞ്ഞു? മോശ അഹരോനും ഇസ്രായേൽ മക്കളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരും ഓക്കെ, എന്തോ നടക്കാൻ പോകുന്നു എന്നല്ലാണ്ട് അവർ ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷയൊന്നുമില്ല. ഈവനിങ് ആയി, അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം
കുറേ കാടകൾ വന്ന്, കാട എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന, നമ്മൾ ഈ ചിക്കൻ, കോഴിയും ആട് അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഉള്ളൊരു സാധനമാണ് കാട, ഒരു ജീവിയാണ്. അപ്പോൾ ആ കാടകളെല്ലാം വന്ന് അവരുടെ വീടുകൾ ചുറ്റും മൂടി. രാവിലെ ആയപ്പോഴത്തേക്കും നല്ല മഞ്ഞുണ്ടായിരുന്നു, മഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ഞ് വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവർ, ഫുൾ മഞ്ഞാണ്, അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞ് പതിയെ അങ്ങ് ഉരുകി. മഞ്ഞ് ഉരുകി കഴിഞ്ഞിട്ട്, മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ള കളറിലിരിക്കും, അത് തണുപ്പാണ്. വെയിൽ വന്നു കഴിയുമ്പോൾ ഈ വെള്ളം അങ്ങ് ഉരുകിപ്പോവും. അത് പോയിട്ട് അത് പോയ സ്ഥലം, മഞ്ഞ് മാറിയ സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര മീനിൻ്റെയൊക്കെ ചെതുമ്പൽ എന്ന് പറയും. മക്കൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, നമ്മൾ തിന്നുന്ന മീനിന് ഒരു ചെതുമ്പൽ പോലെ ഉള്ള ഒരു സ്കിന്നിലുള്ള, അതിൻ്റെ തൊലിപ്പുറത്തുള്ള ഒരു കാര്യമാണ് ഉണ്ട്. അതേപോലെ ഭയങ്കര കുട്ടിയാണ്. അതേപോലെ ചെതുമ്പലിൻ്റെ പോലെയുള്ള ഭയങ്കര ചെറിയ നേരിയ ഒരു വസ്തു, ഒരു സാധനം ഉറച്ച് മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നത് ഈ ആൾക്കാരെല്ലാം കണ്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ല. അവർ ആദ്യമായിട്ട് എന്തോ പുതിയൊരു സാധനം കാണുന്ന രീതിയിൽ. ഇപ്പം മക്കൾക്കൊക്കെ പുതിയ ടോയ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ മക്കൾ നോക്കില്ലേ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ നോക്കില്ലേ. അതേപോലെ ഇവരും നോക്കി കഴിഞ്ഞിട്ട് നോക്കണ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ചോദിച്ചത് എന്താണ്. അപ്പോൾ മോശ അവരുടെ അടുത്ത് പറഞ്ഞു, മോശ അന്നേരം ഇത് അവിടെയുണ്ട്, മോശ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ദൈവം കഴിക്കാൻ തന്നിരിക്കുന്നതാണ്, ആകാശത്ത് നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, ഇതിൻ്റെ പേര് മന്ന എന്നാണ്. മന്നയാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് പെറുക്കിക്കൊള്ളണം. പെറുക്കിയിട്ട് താന്താൻ്റെ കൂടാരത്തിന് ആവശ്യത്തിനനുസരിച്ചുള്ള എടുത്ത് നിങ്ങൾ കഴിച്ചോളണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ അതുപോലെ തന്നെ ചെയ്തു. പക്ഷെ കുറച്ച് ആൾക്കാർ അധികമായിട്ട് പെറുക്കി. അവർ അടുത്ത ദിവസം കഴിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെ വെച്ചു. പക്ഷെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ എന്തായി, അത് കേടായിപ്പോയി. അത് കേടായിട്ടൊരു നാറ്റം വന്നു. അപ്പോൾ ദൈവം കരുതുന്ന വിധമാണ് നമ്മളിപ്പോൾ കണ്ടത്. എങ്ങനെയാണ് ദൈവം കരുതിയത്? ദൈവത്തിനെതിരായിട്ടാണ് ഇസ്രായേൽ മക്കളെല്ലാം പറഞ്ഞത്. ദൈവം അവർക്ക് മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ തിന്നാനൊന്നുമില്ല, കഴിക്കാനൊരു സാധനങ്ങളും ഇല്ല, പട്ടിണി കിടത്തി അവരെ കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെ ഈ ഇസ്രായേൽ മക്കൾ പറഞ്ഞപ്പോൾ ദൈവം അത് കേട്ട് ദൈവം അവരെ ആകാശത്ത് നിന്ന് മന്ന വീണ് ആ മന്ന കഴിക്കാനുള്ള അവസരം ദൈവം അവർക്ക് കൊടുത്ത് ദൈവം അവരെ കരുതി. അപ്പോൾ നമ്മുടെ ദൈവം എത്രമാത്രം കരുതുന്ന ദൈവമാണല്ലേ. അപ്പോൾ അങ്ങനെ കരുതുന്ന ദൈവം ഉള്ളപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിലിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പിറുപിറുക്കാറുണ്ടോ? ഇസ്രായേൽ മക്കളെ പോലെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇതില്ല, അങ്ങനെയില്ല, ഞങ്ങൾക്ക് കളിക്കാൻ ടോയ്സ് ഇല്ല, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുള്ള വണ്ടിയില്ല, കാറില്ല, ബൈക്കില്ല, അങ്ങനെയൊക്കെ നമ്മളും പിറുപിറുക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ പിറുപിറുക്കാറുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മളും ഇസ്രായേൽ മക്കളെ പോലെ ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മക്കൾ അങ്ങനെ ഒരു കാര്യങ്ങളും പിറുപിറുക്കാൻ പാടില്ല. ദൈവം നമുക്ക് ആവശ്യമുള്ളത് അതാത് സമയത്ത് നമുക്ക് തരും. നമ്മൾ ഒത്തിരി ചിന്തിച്ച് നാളെ എന്താവും അങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. മക്കളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ദൈവത്തിനറിയാം. ആ ആവശ്യങ്ങൾ മനസ്സിലാക്കി ദൈവം മക്കൾക്ക് വേണ്ടത് തരും. അപ്പോൾ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ദൈവം നിങ്ങൾക്ക് വേണ്ടത് തരും. അതാണ് ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കഥ നാളെ വേറെ കഥയുമായിട്ട് വരാം. എന്തെങ്കിലും പുതിയ കഥകളും മക്കൾക്ക് ഇന്ന കഥ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ആ കഥ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് മക്കൾക്ക് വെച്ച് തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.